നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണം. യുവജന വിദ്യാർത്ഥി സർവീസ് സംഘടനകൾ യൂണിവേഴ്സിറ്റി മാർച്ച് നടത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഫെഡറലിസവും ജനാധിപത്യവും നിലനിർത്തണമെന്നും ആവശ്യം. കണ്ണൂർ വിമാനത്താവള റൺവേ ഭൂമി ഏറ്റെടുക്കൽ വിഷയം കലക്ട്രേറ്റ് മാർച്ചുമായി ഉടമകൾ. ഏറ്റെടുക്കൽ നടപടി ഇഴയുന്നതിൽ വ്യാപക പ്രതിഷേധം. വിജ്ഞാപനം ഇറക്കിയിട്ടും ഇതുവരെ നടപടിയില്ലെന്നും ഭൂവുടമകൾ. പെരിയ ഇരട്ടക്കൊല പ്രതികളെ പി ജയരാജൻ ജയിലിൽ സന്ദർശിച്ചത് വിവാദമാക്കേണ്ടതില്ല. സന്ദർശനം ഉപദേശക സമിതി അംഗമെന്ന നിലയിലെന്ന് എം.വി. ജയരാജൻ. നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണം എന്തിനെന്നറിയില്ലെന്നും ജയരാജൻ. വാർത്തകൾ വിശദമായി. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഫെഡറലിസവും ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിർത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വിവിധ സർവീസ് സംഘടനകളും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തി. യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ നടന്ന സമരം CPM ജില്ലാ സെക്രട്ടറി M.V. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാൻ ബാധ്യതപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കുന്നയാളാണ് ഗവർണർ. ഒട്ടേറെ ഘട്ടങ്ങളിൽ സുപ്രീം കോടതി അടക്കമുള്ള കോടതികളുടെ വിധികളുണ്ട്. നിയമസഭയിൽ വർഷാദ്യം സമ്മേളനം നടത്തുമ്പോൾ ആദ്യ പ്രസംഗം നടത്താൻ ഭരണഘടനാപരമായി തന്നെ ചുമതലപ്പെട്ടയാളാണ് ഗവർണർ. ഞാനിവിടെ പ്രസംഗിക്കുന്നത് ആരെങ്കിലും എഴുതി തന്നതല്ല. എനിക്ക് ഈ മേഖലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രസംഗമാണ്. ഇന്ന രീതിയിൽ പ്രസംഗിക്കണമെന്ന് ആരും നിർദ്ദേശിക്കാറുമില്ല. എന്നാൽ ഗവർണർ എങ്ങനെ പ്രസംഗിക്കണമെന്ന് മന്ത്രിസഭയാണ് തീരുമാനിക്കുന്നത്. മന്ത്രിസഭ തീരുമാനിച്ച ആ പ്രസംഗത്തിൻ്റെ കോപ്പി നിയമസഭയിൽ പ്രസംഗിക്കുന്ന ദിവസത്തിനു മുമ്പ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം വാക്കുകളിൽ വാചകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സർക്കാരിലേക്ക് എഴുതാം. വീണ്ടും മന്ത്രിസഭ നേരത്തെ തയ്യാറാക്കിയ പ്രസംഗം തന്നെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ മറ്റു നിർവാഹമില്ല. പ്രസംഗിക്കാൻ ബാധ്യതപ്പെട്ട ഒരു അധികാര സ്ഥാനമാണ് ഗവർണർ. കേരള NGO യൂണിയൻ, KSTA, KGOA, CUEO, AKGCT, DYFI, SFI, AKPCTA, KNTEO, FUTA, IHRDU, SFCTSA, CAPESA, KSEA, KGNA, KPSCU, KLSSA തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. AKPCTA സംസ്ഥാന പ്രസിഡന്റ് A. നിശാന്ത് അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സംഘടനാ നേതാക്കളായ M. സുഷമ, K. പ്രകാശൻ, വൈഷ്ണവ് പ്രകാശൻ, സരിൻ ശശി, TO വിനോദ് കുമാർ, ഡോക്ടർ ഷനോജ് MP, ഡോക്ടർ മഞ്ജുള K, ഹരീന്ദ്രൻ P, പ്രത്യൂഷ് പുരുഷോത്തമൻ, നന്ദനൻ C, ജിനേഷ് എന്നിവർ സംസാരിച്ചു. ഫെസ്റ്റോ ജില്ലാ സെക്രട്ടറി PP സന്തോഷ് കുമാർ സ്വാഗതവും SFI ജില്ലാ സെക്രട്ടറി PS സഞ്ജീവ് നന്ദിയും പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് RSP സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം RSP കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലയിലും നാശം വിതച്ചുകൊണ്ട് ഭരണത്തിൽ തുടരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ 14 ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. പ്രതിഷേധക്കാരെ മുഴുവൻ അടിച്ചമർത്തുകയാണ്. വിലക്കയറ്റം കൊണ്ട് കേരളം പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9 വർഷം പിന്നിടുന്ന ഈ ഗവൺമെന്റ് സംസ്ഥാനത്തൊരു അധോലോക മാഫിയ ഭരണമാണ് സകല അധോലോക മാഫിയ ശക്തികൾക്ക് വഴിഞ്ഞാടാൻ അവസരമൊരുക്കുന്ന നിലയിൽ ഈ സംസ്ഥാനത്തിന്റെ സർവ്വ നന്മകളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ആ അധോലോക മാഫിയ സംസ്കാരത്തിനും അധോലോക മാഫിയ ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് RSP സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കേരളത്തിലെ 14 ജില്ലകളിലും
പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള മാർച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. RSP ജില്ലാ സെക്രട്ടറി വി മോഹനൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇടവനശ്ശേരി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. RSP കേന്ദ്ര കമ്മിറ്റി അംഗം ഇല്ലിക്കൽ അഗസ്റ്റി, ജോൺസൺ പി, തോമസ് പി, വിജിത് കുമാർ, KNP നാസർ, രത്നകുമാർ വൈദ്യർ, വി ഷാജി, കൃഷ്ണകുമാർ, KM സുഭാഷ്, ലാലു ജോസഫ്, K അരവിന്ദാക്ഷൻ, മധു ചേപ്പറമ്പ്, രത്ന മണി PN, CJ ജോസ്, K രാജൻ, തോമസ് വാഴക്കാല, PK കൃഷ്ണൻ, രാജീവൻ തോലമ്പ്ര, സുരേഷ് കുമാർ പാച്ചപ്പൊയ്ക തുടങ്ങിയവർ സംസാരിച്ചു. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU കണ്ണൂർ ഡിവിഷൻ സമ്മേളനം സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. സമ്മേളനം KCB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി S ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ യുദ്ധം വന്നാലും മുതലാളിത്തം കൂടുതൽ ശക്തിപ്പെട്ടാലും ജീവിക്കാൻ കഴിയാതെ വരുന്നത് സാധാരണപ്പെട്ട മനുഷ്യർക്കും അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്കുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ഞാൻ വിശദീകരിച്ച് അതിലേക്കും പോകുന്നില്ല. കാര്യം നമ്മുടെ മേഖല ഒത്തിരി പറയാനുള്ളത് കൊണ്ട് തന്നെ ലോകരാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ റിപ്പോർട്ടിലെ കുറിച്ചുണ്ടല്ലോ. ഇന്നിപ്പോ നാം സംസാരിക്കുമ്പോൾ ലോകം തന്നെ പലതിനെയും കണ്ടില്ലെന്ന് നടിച്ച് ചിലതിനൊക്കെ എതിർത്തുകൊണ്ടും പോവുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു. ലോകത്തെ സമസ്ത മുതലാളിത്ത രാഷ്ട്രങ്ങളും ഇടപെട്ട് പറയുന്നത് റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തി ആ ജനതയോട് നീതിയില്ലാതെ ചെയ്യുന്നു. പക്ഷേ അപ്പുറത്ത് ഈ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പിന്തുണയിൽ നൂറ്റാണ്ടുകളായി ഒരു രാജ്യത്തിനകത്ത് ഈ പറഞ്ഞ അതിക്രമം കാണിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല. A സമീർ അധ്യക്ഷത വഹിച്ചു. M അജേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. രാജേഷ് മണാട്, K രഘുനാഥൻ, C അജിത, NP അജിത്ത്, V ജനാർദ്ദനൻ, ഷൈജു PP എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് എം കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയാണെന്ന് കേരള കോൺഗ്രസ് എം രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസ് ചെമ്പേരി പറഞ്ഞു. കേരള കോൺഗ്രസ് എം സീനിയർ നേതാവായ ജോസ് ചെമ്പേരിയെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്തത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് ജോസ് കെ മാണി നോമിനേറ്റ് ചെയ്തതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ചെമ്പേരി പറഞ്ഞു. പാർട്ടിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പരിമിതമായ അംഗങ്ങൾ മാത്രമുള്ള ഈ സമിതിയിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ മികവ് പ്രകടിപ്പിക്കും. കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അരനൂറ്റാണ്ടിലേറെ നടത്തിയ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായാണ് ഇതിനെ കാണുന്നതെന്നും ജോസ് ചെമ്പേരി പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിൽ അതിൻ്റെ ബഹുമാന്യായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എനിക്ക് ഒരു പുതിയ പദവി നൽകി. രാഷ്ട്രീയകാര്യ സമിതിയിൽ എന്നെ അംഗമാക്കി. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പാർട്ടിയുടെ നയങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കപ്പെടേണ്ട ഒരു ഉയർന്ന സമിതിയാണ്. ആ സമിതിയിലേക്ക് എന്നെ ശ്രീ ജോസ് കെ മാണി നോമിനേറ്റ് ചെയ്തതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. കഴിഞ്ഞ കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലം ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് നൽകിയ ഒരു വലിയ അംഗീകാരമായി ഞാൻ ഈ പദവിയെ കാണുന്നു. രണ്ടാം പിണറായി സർക്കാർ 99 സീറ്റ് നേടി അധികാരത്തിൽ വന്നതിൽ പാർട്ടിയുടെ പങ്ക് ചെറുതല്ല. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ പറയാം. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി മാണി സർക്കാർ വളർത്തിയ ഈ പാർട്ടിയെ അതുപോലെ തന്നെ നയിക്കാൻ ജോസ് കെ മാണിക്ക് കഴിയുന്നു എന്നതിൽ ഏറെ അഭിമാനമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് എം സീനിയർ നേതാവായ ജോസ് ചെമ്പേരിയെ ഓഫീസ് ചാർജുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജാണ് നോമിനേറ്റ് ചെയ്തത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ താൽപര്യത്തിലാണ് നയരൂപീകരണ സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയത്. 1970 കേരള കോൺഗ്രസിൽ ഏരുവേശി മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച ജോസ് ചെമ്പേരി ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, IFDP സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഔദ്യോഗിക വക്താവ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1980 കണ്ണൂർ ജില്ലാ വികസന സമിതി അംഗമായിരുന്നു. കൈത്തറി വികസന കോർപ്പറേഷൻ ഡയറക്ടർ, കേരള കർഷക ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണം. യുവജന വിദ്യാർത്ഥി സർവീസ് സംഘടനകൾ യൂണിവേഴ്സിറ്റി മാർച്ച് നടത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഫെഡറലിസവും ജനാധിപത്യവും നിലനിർത്തണമെന്നും ആവശ്യം. കണ്ണൂർ
കണ്ണൂർ വിമാനത്താവള റൺവേ ഭൂമി ഏറ്റെടുക്കൽ വിഷയം കലക്ട്രേറ്റ് മാർച്ചുമായി ഉടമകൾ. ഏറ്റെടുക്കൽ നടപടി ഇഴയുന്നതിൽ വ്യാപക പ്രതിഷേധം. വിജ്ഞാപനം ഇറക്കിയിട്ടും ഇതുവരെ നടപടിയില്ലെന്നും ഭൂവുടമകൾ. പെരിയ ഇരട്ടക്കൊല പ്രതികളെ പി ജയരാജൻ ജയിലിൽ സന്ദർശിച്ചത് വിവാദമാക്കേണ്ടതില്ല. സന്ദർശനം ഉപദേശക സമിതി അംഗമെന്ന നിലയിലെന്ന് എം.വി. ജയരാജൻ. നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണം എന്തിനെന്നറിയില്ലെന്നും ജയരാജൻ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം റൺവേ വികസനം, ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കുക, പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുക, പുനരധിവാസത്തിന് പതിച്ചു നൽകാനുള്ള ഭൂമി എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിമാനത്താവള പ്രദേശത്തെ ഭൂവുടമകൾ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് മുൻ MLA M.V. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പോയിന്റ് ഓഫ് കോൾ പദവി ഉന്നയിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് കേന്ദ്രമന്ത്രിമാരെയും MP-മാരെയും കണ്ടു. ഒരു പ്രതിനിധി സംഘം പോവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി കണ്ണൂർ വിമാനത്താവളം സന്ദർശിക്കാനെത്തിയത്. കണ്ണൂർ എയർപോർട്ടിന്റെ കാര്യത്തിൽ അവർ പൂർണ്ണ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. LDF സർക്കാർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി നിവേദനം നൽകുകയും ഇതിന്റെ ഫലമായി പണം അനുവദിക്കാനുള്ള നിലയിലേക്ക് അടുക്കുകയാണെന്നും ഉദ്ഘാടനം പ്രസംഗത്തിൽ M.V. ജയരാജൻ പറഞ്ഞു. എയർപോർട്ടിന് വേണ്ടി ഭൂമി ഏറ്റെടുത്ത എല്ലാ ഭൂവുടമകൾക്കും അക്കാലത്ത് നൽകിയ നഷ്ടപരിഹാര തുകയുടെ സവിശേഷത കൊണ്ട് പൊന്നും വിലക്ക് ഭൂമി എടുക്കുക എന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന വിധത്തിലാണ് ഭൂമിയുടെ വില നൽകിയത് എന്നതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കണമെന്ന് സർക്കാരിനോട് അങ്ങോട്ട് ആവശ്യപ്പെടുന്ന സ്ഥിതി പോലും എയർപോർട്ടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് റൺവേ വികസനത്തിന് വേണ്ടിയുള്ള ഈ കാനാട് മേഖലയിലെ ഭൂമി അടിയന്തരമായും ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുക തന്നെ വേണം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്യാട്ട് അധ്യക്ഷത വഹിച്ചു. M.V. സരള, PC വിനോദൻ, PK ചന്ദ്രൻ, KK ഗംഗാധരൻ, T രമേശൻ, C സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. സാഹോദര്യ സമത്വ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വാമി ആത്മതീർത്ഥാനന്ദയുടെ 120ാം ജന്മദിന സമ്മേളനം സംഘടിപ്പിച്ചു. മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടി ശ്രീനാരായണ വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥി V. മണികണ്ഠൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സാഹോദര്യ സമത്വ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സ്വാമി ആത്മതീർത്ഥാനന്ദയുടെ ജന്മദിന സമ്മേളനം സംഘടിപ്പിച്ചത്. ഗിരിധരൻ T അധ്യക്ഷത വഹിച്ചു. N രാഘവൻ, സജീവൻ പറമ്പൻ, രാജൻ കണ്ണാടിപ്പറമ്പ്, സതി VV, രാജീവൻ V, MB ശ്രീധരൻ നമ്പ്യാർ, TV ബാലൻ, K ശശിധരൻ എന്നിവർ സംസാരിച്ചു. പ്രജിത്ത് സ്വാഗതവും വത്സലായി നന്ദിയും രേഖപ്പെടുത്തി.
കാക്കയങ്ങാട് ജനവാസ കേന്ദ്രത്തിൽ പുലി പന്നിക്കണിയിൽ കുടുങ്ങി. കാക്കയങ്ങാട് ടൗണിന് സമീപം സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ് പുലിയെ കയറിൽ കുടുങ്ങിയ നിലയിൽ കണ്ടത്. വയനാട്ടിൽ നിന്നെത്തിയ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പുലിയെ മയക്കുവെടിവെച്ചു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ വിയ്യൂർ ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെയാണ് കണ്ണൂർ ജയിലിൽ എത്തിച്ചിരിക്കുന്നത്. P ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ജയിലിനു മുന്നിൽ എത്തിച്ചേർന്നിരുന്നു. കോടതി വിധി അന്തിമമല്ലെന്നും കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാണിച്ച് പേടിപ്പിക്കേണ്ട എന്നുമായിരുന്നു ജയരാജന്റെ പ്രതികരണം. CPMകാർ കൊല്ലപ്പെടുമ്പോൾ ധാർമ്മിക ബോധം കാശിക്ക് പോയോ എന്നും കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടേണ്ടവരാണെന്നാണോ ധാരണയെന്നും ജയരാജൻ ചോദിച്ചു. പ്രതികളെ ജയിലിലെത്തിക്കുന്ന സമയം മുദ്രാവാക്യം വിളികളുമായി CPM പ്രവർത്തകർ ജയിലിന് പുറത്തുണ്ടായിരുന്നു. വിചാരണ കോടതിയായ കൊച്ചി CBI കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മാറ്റം. ബന്ധുക്കൾക്കടക്കം വന്നു കാണാൻ കണ്ണൂരിലേക്ക് മാറ്റണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇത് വിചാരണ കോടതി അംഗീകരിച്ച സാഹചര്യത്തിലാണ് പ്രതികളുടെ ജയിൽ മാറ്റം. ജയിൽ പെരിയ കുറ്റവാളികൾക്ക് സ്വർഗലോകം പോലെ എന്നായിരുന്നു ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണന്റെ പ്രതികരണം. CPM എന്നാൽ എന്തുമാകാമെന്നും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന CPM രീതി നാടിനെ ഭയപ്പെടുത്തുന്നു എന്നും സത്യനാരായണൻ പറഞ്ഞു. CPMന് ഇനിയും തിരിച്ചറിവ് ആയിട്ടില്ലെന്നും കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ പോലെയെന്നും കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി ഉപഹാരം സമ്മാനിച്ച P ജയരാജനെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും പുറത്താക്കണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. CPM നേതാവെന്ന നിലയിൽ P ജയരാജന് ജയിലിലായ ക്രിമിനലുകളെ അഭിവാദ്യം ചെയ്യാനെത്താം. എന്നാൽ ജയിൽ ഉപദേശക സമിതി അംഗമെന്ന ഔദ്യോഗിക ചുമതല വഹിച്ച് ശിക്ഷിക്കപ്പെട്ട പ്രതികളെ അഭിവാദ്യം ചെയ്യാൻ എത്തിയത് ഒരിക്കലും നീതീകരിക്കാനാവില്ല എന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ വിയ്യൂരിൽ നിന്നും കാക്കനാട് നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത് കൃത്യമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമെന്ന് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ്. കണ്ണൂർ ജയിൽ CPM തടവുകാർക്ക് ലഭിക്കുന്നത് VIP പരിഗണനയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും CPM തടവുകാർക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ ജയിൽ അധികാരികളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് P ജയരാജൻ പ്രതികളെ അഭിവാദ്യം ചെയ്യാനെത്തിയത് എന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. P ജയരാജനെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും പുറത്താക്കണം. കാരണം പെരിയ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്ന പ്രതികളെ ജയിലിൽ സന്ദർശിച്ച് അവർക്ക് ഉപഹാരം സമർപ്പിച്ചത് തീർത്തും തെറ്റായ നടപടിയാണ്. CPM നേതാവെന്ന നിലയിൽ ജയരാജന് ജയിലിൽ പോയി പ്രതികളെ സന്ദർശിക്കാം. പക്ഷേ ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ ഒരു കാരണവശാലും അത്തരമൊരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കണം എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകും. കാരണം ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ VIP പരിഗണനയാണ് CPMന്റെ ക്രിമിനലുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച ക്രിമിനലുകൾക്കടക്കം VIP പരിഗണന നൽകാനുള്ള ഈ ജയിൽ മാറ്റം നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്നതാണ്. ജയിൽ കാണിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വിരട്ടേണ്ടെന്ന P ജയരാജന്റെ പ്രതികരണം കൊലയാളികളെ ന്യായീകരിക്കുന്നതിന് തുല്യമാണ്. ഇതിൽ ഉപദേശക സമിതി അംഗമെന്ന സ്ഥാനം രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്ന P ജയരാജനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് കോടതിയോടും നീതിന്യായ സംവിധാനത്തോടുമുള്ള അവഹേളനമാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അതേസമയം പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളെ P ജയരാജൻ ജയിലിൽ സന്ദർശിച്ചത് വിവാദമാക്കേണ്ടതില്ലെന്ന് MV ജയരാജൻ. ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയിലാണ് പ്രതികളെ കാണാൻ പോയത്. അതിലൊരു തെറ്റുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജയിലിൽ തടവിൽ കഴിയുന്നവരെ കാണാൻ പോകുന്നത് ഒരു മഹാപാതകമല്ല. ജയിലിൽ തടവിൽ കഴിയുന്നവരെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ സെഷൻസ് ജഡ്ജിയുണ്ട്. അദ്ദേഹമാണ് ജയിൽ ഉപദേശക സമിതിയുടെ ചെയർമാൻ. അപ്പോൾ സെഷൻസ് ജഡ്ജി പോയത് അവരെ വരവേൽക്കാനാ? സെഷൻസ് ജഡ്ജിക്ക് പരാതി ജയിലിലെ തടവുകാർ കൊടുക്കുന്നതിന് പ്രത്യേക ബോക്സ് അവിടെയുണ്ട്. ഞാൻ മുമ്പ് പൂജപ്പുര ജയിലുണ്ട്. എന്നെ കാണാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വന്നിന്. അത് തെറ്റാ? അപ്പോൾ ജയിലിലെ തടവുകാർ
അത് ശിക്ഷിക്കപ്പെട്ടവരായാലും ശരി, റിമാൻഡിൽ കഴിയുന്നവരായാലും ശരി, കാണാൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ പി ജയരാജൻ പോയിട്ടുണ്ട്. അതെന്തോ ഒരു മഹാപാതകമാണ് എന്ന മട്ടിൽ പറയുന്നതാണ് തെറ്റ്. അതേസമയം നവീൻ ബാബുവിന്റേത് ആത്മഹത്യയാണെന്നും അതിനുത്തരവാദിയായ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യക്കെതിരെ കേസെടുക്കണമെന്നും പറഞ്ഞവർ പിന്നീട് കൊലപാതകമാണെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് എന്തിനാണെന്ന് അറിയില്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അന്വേഷണം വേണ്ടെന്ന് നേരത്തെ സർക്കാർ എടുത്ത തീരുമാനം ഹൈക്കോടതി ശരിവെക്കുകയാണെന്നും MV ജയരാജൻ കൂട്ടിച്ചേർത്തു. അന്ന് ആത്മഹത്യയായ ആണെന്ന് പറഞ്ഞ അതേ കുടുംബം ഇന്നിപ്പോ കൊലപാതകമാണെന്ന് പറയുകയാണ്. അതെന്തുകൊണ്ടാണ്? അത് കോടതിയെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോ ആത്മഹത്യക്ക് കാരണമായ ആടെ പേരിൽ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അതേ കുടുംബം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും മാറ്റി പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. കോടതിയുടെ മുമ്പാകെ തെളിവുകളും വസ്തുതകളും വേറെയൊന്നും കാണാത്തതുകൊണ്ട് ആത്മഹത്യ തന്നെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എടുത്ത കേസിന്മേൽ ഫലപ്രദവും കാര്യക്ഷമവുമായ അന്വേഷണം നടത്തണമെന്നും കുടുംബം നൽകിയ പരാതിയുടെ രണ്ടാമത്തെ പരാതിയുടെ ആ ഉള്ളടക്കം പോലീസ് പരിശോധിക്കണമെന്നുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. തികച്ചും ശരിയായ ഒരു കോടതി വിധിയാണിത്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണം. യുവജന വിദ്യാർത്ഥി സർവീസ് സംഘടനകൾ യൂണിവേഴ്സിറ്റി മാർച്ച് നടത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഫെഡറലിസവും ജനാധിപത്യവും നിലനിർത്തണമെന്നും ആവശ്യം. കണ്ണൂർ വിമാനത്താവള റൺവേ ഭൂമി ഏറ്റെടുക്കൽ വിഷയം കലക്ടറേറ്റ് മാർച്ചുമായി ഉടമകൾ. ഏറ്റെടുക്കൽ നടപടി ഇഴയുന്നതിൽ വ്യാപക പ്രതിഷേധം. വിജ്ഞാപനം ഇറക്കിയിട്ടും ഇതുവരെ നടപടിയില്ലെന്നും ഭൂവുടമകൾ. പെരിയ ഇരട്ടക്കൊല പ്രതികളെ പി ജയരാജൻ ജയിലിൽ സന്ദർശിച്ചത് വിവാദമാക്കേണ്ടതില്ല. സന്ദർശനം ഉപദേശക സമിതി അംഗമെന്ന നിലയിലെന്ന് MV ജയരാജൻ. നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണം എന്തിനെന്നറിയില്ലെന്നും ജയരാജൻ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ജനുവരി 11, 12 തീയതികളിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഗ്ലോബൽ ജോബ് ഫെയറിന്റെ മുന്നോടിയായി പയ്യാമ്പലം ബീച്ചിൽ സംഘടിപ്പിച്ച വാക്ക് വിത്ത് മേയർ പരിപാടി വൻ ശ്രദ്ധേയമായി. വൈകിട്ട് പയ്യാമ്പലം ബീച്ചിലെത്തിയ കുടുംബങ്ങളെയും വിനോദസഞ്ചാരികളെയും നേരിൽ കണ്ടായിരുന്നു മേയർ മുസ്ലിം മഠത്തിലിന്റെ നേതൃത്വത്തിൽ സായാഹ്ന നടത്തം. പള്ളിയാമൂലയിൽ നിന്ന് തുടങ്ങിയ വാക്ക് വിത്ത് മേയർ പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് കിയാൽ ഡയറക്ടർ MP ഹസൻ കുഞ്ഞി നിർവഹിച്ചു.
പയ്യാമ്പലം ബീച്ചിൽ മണിക്കൂറുകളോളം ബീച്ചിലെത്തിയവരെ നേരിൽ കണ്ട് ഗ്ലോബൽ ജോബ് ഫെയറിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ലഘുലേഖകൾ വിതരണം ചെയ്തു. കൂടാതെ ഓരോരുത്തരുടെയും ജോലിയുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളും ആശങ്കകളും മേയർ നേരിട്ട് ചോദിച്ചറിഞ്ഞു. ഈ നിർദ്ദേശങ്ങൾ കൂടി മുൻനിർത്തിയായിരിക്കും ഗ്ലോബൽ ജോബ് ഫെയർ ഒരുക്കുകയെന്ന് മേയർ പറഞ്ഞു. സമാപനത്തിന്റെ ഭാഗമായി നടത്തിയ ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം കാണികളിൽ ആവേശം കൊള്ളിച്ചു. നൂറുകണക്കിന് ആളുകളാണ് വാക്ക് വിത്ത് മേയർ പരിപാടിയുടെ ഭാഗമായി ഒത്തുകൂടിയത്. ക്യാമ്പസുകളിൽ സന്ദർശനം, വ്യാപാരി വ്യവസായികളൊത്ത് മുഖാമുഖം തുടങ്ങിയ ക്യാമ്പയിന്റെ ഭാഗമായി നേരത്തെ നടന്നിരുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് www.kannur-global-job-fair.com എന്ന വെബ്സൈറ്റിലൂടെ ഗ്ലോബൽ ജോബ് ഫെയറിനായി രജിസ്റ്റർ ചെയ്യാം. തൊഴിലധിഷ്ഠിത എക്സ്പോ, എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഫെസ്റ്റിവൽ, ആഗോള തൊഴിൽ വിപണിയെ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ, പ്രസന്റേഷനുകൾ, കോർപ്പറേറ്റ് മേഖലയിലെ പ്രമുഖരുമായി മുഖാമുഖം, വിദേശങ്ങളിൽ തൊഴിലിനൊപ്പം ഉപരിപഠനവും ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ നിരവധി സെഷനുകളും ജോബ് ഫെയറിന്റെ ഭാഗമായി നടക്കും. ബ്രാൻഡ് ബേ മീഡിയയാണ് ഗ്ലോബൽ ജോബ് ഫെയർ ഒരുക്കുന്നത്. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, സ്ഥിരം സമിതി അധ്യക്ഷരായ വി കെ ശ്രീലത, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളയാവൂർ, കൗൺസിലർമാരായ കെ പി അബ്ദുൾ റസാഖ്, കൂക്കിരി രാജേഷ്, എൻ ഉഷ, കെ പി റാഷിദ്, സി സുനിഷ, ബി ബി, കെ നിർമ്മല, ശ്രീജ ആരംഭൻ, എസ് ഷഹീദ, പി വി ജയസൂര്യൻ, അഷ്റഫ് ചിറ്റുള്ളി, കെ പി അനിത, എ കുഞ്ഞമ്പു, പി വി കൃഷ്ണകുമാർ, എ ഉമൈബ, മിനി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മികച്ച കലാപ്രവർത്തനങ്ങൾക്ക് മഹാരാഷ്ട്രയിലെ ഗ്ലോബൽ സ്കോളേഴ്സ് ഫൗണ്ടേഷൻ നൽകുന്ന ഭൂഷൺ പുരസ്കാർ ഡോക്ടർ സി വി രഞ്ജിത്ത് പൂനെയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പത്മശ്രീ ഉദയ് വിശ്വനാഥ് ദേശ്പാണ്ഡെയിൽ നിന്ന് ഏറ്റുവാങ്ങി. സംവിധാനവും സംഗീത സംവിധാനവും നിർവഹിച്ച വന്ദേ മാതരം എ ഫീൽ ഓഫ് പാട്രിയോട്ടിസം എന്ന ഗാനത്തിലൂടെയാണ് ഡോക്ടർ സി വി രഞ്ജിത്ത് ഈ നേട്ടം കരസ്ഥമാക്കിയത്. കണ്ണൂരിന്റെ പുണ്യമായി ശബരിമല അയ്യപ്പ ഭക്തർക്കായി ഇടത്താവളവും അന്നദാനവും മാതൃകയായി മാറി. കഴിഞ്ഞ നവംബർ 18-ന് ഉപ്പള കൊണ്ടാവൂർ ശ്രീ നിത്യാനന്ദ യോഗം ആശ്രമത്തിലെ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രാങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്ത ഇടത്താവളവും അന്നദാനവും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്കാണ് ആശ്വാസമേകിയത്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരാണ് രാവിലെ ലഘുഭക്ഷണവും ഉച്ചയ്ക്ക് രാത്രിയും അന്നദാനവും ഇടത്താവളവും ശബരിമല തീർത്ഥാടകർക്കായി ഒരുക്കിയത്. ഇതുവരെ 10,000-ങ്ങളാണ് കണ്ണൂരിന്റെ ആതിഥ്യം സ്വീകരിച്ച് തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങിയത്. നാനാ ജനവിഭാഗങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തോടെയാണ് ഈ ബൃഹത് പദ്ധതി ചെയ്യാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷവും വൻ വിജയമായിരുന്നു അന്നദാനം. എന്നാൽ ഇത്തവണ തീർത്ഥാടകർ ഏറിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. കണ്ണൂരിലെ വിവിധ പാർട്ടി നേതാക്കളും ബഹുജനങ്ങളും സമൂഹ അന്നദാനത്തിൽ പങ്കെടുക്കാനായി തിങ്കളാഴ്ച ഉച്ചയോടെ അന്നദാന പന്തലിലെത്തിയിരുന്നു. വിഭവസമൃദ്ധമായ പായസം ഉൾപ്പെടെയുള്ള സദ്യ നൽകിയാണ് സംഘാടകർ അതിഥികളെ സ്വീകരിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയുടെ നേതൃത്വത്തിലാണ് നേതാക്കളെത്തിയത്. കണ്ണൂരിന്റെ മതസാഹോദര്യത്തിന്റെ പ്രതീകമാണ് തളാപ്പ് അമ്പലമുറ്റത്ത് അയ്യപ്പ തീർത്ഥാടകർക്ക് ഒരുക്കിയ അന്നദാനവും ഇടത്താവളവുമെന്ന് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. യാഗങ്ങളനുഷ്ഠിച്ചും ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിനടുത്ത് അയ്യപ്പ ഭക്തന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘടന ഇതുപോലെ ഇടത്താവളം ഒരുക്കുകയും അവർക്ക് ഭക്ഷണ വിതരണം ചെയ്യുകയും ചെയ്യാം. അത് കാണാനും അതിൽ പങ്കുചേരാനാണ് സത്യത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയത്. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണിത്. മതസൗഹാർദ്ദം എന്നിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. നമ്മളെല്ലാം മനുഷ്യരാണ്. വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും ഏകോദര സഹോദരങ്ങൾ പോലെ ഒരുമിച്ച് മുന്നോട്ട് പോവുകയും നാടിൻ്റെയും സമൂഹത്തിൻ്റെയും പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. കൂടുതൽ ഐക്യവും സാഹോദര്യവും സഹവർത്തിത്വവും ഇളക്കി ചേർത്ത് മുന്നോട്ട് പോകാൻ ഇത്തരം കൂട്ടായ്മകൾ ഉപകരിക്കണം എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. മുൻ മേയർ ടി ഒ മോഹനൻ, ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, മമ്പറം ദിവാകരൻ തുടങ്ങിയവർ സർവകക്ഷി സംഘത്തിൽ പങ്കെടുത്തു. ജനുവരി 19 ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന സമൂഹ സദ്യയോടെ പരിപാടി സമാപിക്കും. മട്ടന്നൂർ നഗരസഭയിലെ നടുവനാട് മദ്യലഹരിയിൽ യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊന്നു. നടുവനാട് നിടിയാഞ്ഞിരത്ത് ഞായറാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. സുഹൃത്തുക്കളായ തിരുവനന്തപുരം പാറശാല സ്വദേശികളായ ജസ്റ്റിൻ രാജും രാജയും ചേർന്ന് നിടിയാഞ്ഞിരത്തെ രാജയുടെ വാടക വീട്ടിൽ നിന്നും മദ്യപിച്ചിരുന്നു. തുടർന്നുണ്ടായ വാക്കേറ്റത്തിനിടെയാണ് രാജ ജസ്റ്റിനെ കുത്തിയത്.
സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7215, പവന് 57,720 രൂപ, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണം. യുവജന വിദ്യാർത്ഥി സർവീസ് സംഘടനകൾ യൂണിവേഴ്സിറ്റി മാർച്ച് നടത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഫെഡറലിസവും ജനാധിപത്യവും നിലനിർത്തണമെന്നും ആവശ്യം. കണ്ണൂർ വിമാനത്താവള റൺവേ ഭൂമി ഏറ്റെടുക്കൽ വിഷയം കലക്ട്രേറ്റ് മാർച്ചുമായി ഉടമകൾ. ഏറ്റെടുക്കൽ നടപടി ഇഴയുന്നതിൽ വ്യാപക പ്രതിഷേധം. വിജ്ഞാപനം ഇറക്കിയിട്ടും ഇതുവരെ നടപടിയില്ലെന്നും ഭൂവുടമകൾ. പെരിയ ഇരട്ടക്കൊല പ്രതികളെ P. ജയരാജൻ ജയിലിൽ സന്ദർശിച്ചത് വിവാദമാക്കേണ്ടതില്ല. സന്ദർശനം ഉപദേശക സമിതി അംഗമെന്ന നിലയിലെന്ന് MV ജയരാജൻ. നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണം എന്തിനെന്നറിയില്ലെന്നും ജയരാജൻ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.